അതെ, ഇന്ന് കൊഴുക്കട്ട ശനി. നമുക്ക് കുറച്ച് കൊഴുക്കട്ട തയ്യാറാക്കിയാലോ? പുരാതന ക്രിസ്ത്യാനികൾ നോയമ്പിൻ്റെ 41-ാം ദിവസം ഉണ്ടാക്കുന്ന പലഹാരമാണ് കൊഴുക്കട്ട. പുറമെ മയമുള്ളതും അകത്ത് മധുരമുള്ളതുമായ ഒരു പലഹാരമാണ് കൊഴുക്കട്ട. അതുകൊണ്ട് തന്നെ കൊഴുക്കട്ട എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. ഒരു 4 മണി പലഹാരമായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ 1 കപ്പ് അപ്പത്തിൻ്റെ അരിപ്പൊടി എടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ ഇത് ശർക്കര ചേർത്താണ് ഉണ്ടാക്കുന്നത്. ചില ശർക്കരയ്ക്ക് ഉപ്പ് കൂടുതലുണ്ടായിരിക്കും. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. ഇത് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അത് ഒന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം ഇനി ഇതൊന്ന് വാട്ടിക്കൊഴിക്കണം. അതിനുവേണ്ടി ഇപ്പോൾ 1 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി. ഇത് പോരാന്ന് തോന്നി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർക്കുകയാണ്. ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയുള്ളതുപോലെ തോന്നി. അത് കാരണം 1 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളവും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കുകയാണ്. ഇപ്പോൾ ടോട്ടൽ 1.25 കപ്പും പ്ലസ് 1 ടേബിൾ സ്പൂണും തിളച്ച വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഓരോ പൊടിയുടെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ 1 ടേബിൾ സ്പൂൺ കൂടുതലോ 1 ടേബിൾ സ്പൂൺ കുറവോ ചേർക്കേണ്ടി വരും. ഇനി ഇത് ഈ കൊഴുക്കട്ട നല്ല സോഫ്റ്റായി വരാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തടവിയെടുക്കാം. അതിലെ ഈർപ്പം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത്. ഇനി അതൊന്ന് കുറച്ച് നേരം മൂടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ്ങിന് 2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉണ്ട ശർക്കരയുടെ ഏകദേശം 1/4 ഭാഗവും പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതൊന്ന് കൈവച്ച് നന്നായി തിരുമ്മി തേങ്ങാപ്പാൽ പുറത്ത് വന്ന് നല്ല മയമായിട്ട് വരണം. ചില ആൾക്കാർ ഇതിൻ്റെ കൂടെ ചുക്കും ഏലക്ക പൊടിച്ചതും ചേർക്കാറുണ്ട്. ഇത് ഞാൻ പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കാമല്ലോ. അങ്ങനെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്ക് ഷേപ്പ് ചെയ്യാം. ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവി കൊടുക്കാം. കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി മാവ് ഓരോ ഒരു വലിയ ലെമൺ സൈസ് മാവ് എടുത്ത് കൈകൊണ്ട് ഉരുട്ടി ഓരോ ബോളാക്കി ഷേപ്പ് ചെയ്ത് നടുവിൽ ഒരു കുഴി കുത്തി 1 ടേബിൾ സ്പൂൺ തേങ്ങ മിശ്രിതം അതിനുള്ളിൽ ഫില്ല് ചെയ്ത് നന്നായിട്ട് പൊട്ടിപ്പോകാത്ത വിധത്തിൽ അമർത്തി ബോളാക്കി എടുക്കുക. വീണ്ടും ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് മൊത്തത്തിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് പൊടി കൊണ്ട് നമുക്ക് ഏകദേശം 11-12 കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാം. കൊഴുക്കട്ടയുടെ വലിപ്പത്തിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് എണ്ണത്തിൽ ചെറിയ മാറ്റം വരും. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ തടവി കൊടുത്ത് അതിലേക്ക് ഈ ബോൾസ് എല്ലാം ഓരോന്നായി എടുത്ത് വെച്ച് നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാം. ഇത് നന്നായി വെന്ത് വരാനായിട്ട് 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കണം. ശേഷം കൈകൊണ്ട് ഒന്ന് തൊട്ട് നോക്കുക. തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ പറ്റിപ്പിടിക്കുന്നില്ലെങ്കിൽ കൊഴുക്കട്ട പാകമായി എന്നാണ് അർത്ഥം. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.